നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു മുംബൈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള താജ് ഹോട്ടലും സന്ദർശിക്കാൻ വന്നതാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മുംബൈ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നതിൻ്റെ ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് CST റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നാണ്. നിങ്ങൾ പൊതുഗതാഗതമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ CST റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് നമുക്ക് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അതുപോലെ താജ് ഹോട്ടലിൻ്റെയും അടുത്തേക്കൊക്കെ പോകേണ്ടത്. ഇത് CST റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമാണ്. CST റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഡബിൾ ഡെക്കർ ബസ്സുകളും അതുപോലെ തന്നെ അല്ലാത്ത ബസ്സുകളും പുറപ്പെടുന്നുണ്ട്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഈ കാണുന്ന ഇതുപോലുള്ള ഇലക്ട്രിക് ബസ്സുകളിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ നിന്ന് 20 രൂപ ചാർജിന് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തേക്ക് എത്താം. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തുള്ള സ്ഥലത്ത് ബസ് ഇറങ്ങി അതിൻ്റെ പരിസര പ്രദേശത്തേക്ക് നടക്കുകയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ ചാർജൊന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ കർശന സുരക്ഷാ സംവിധാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാഗുകളും മറ്റു കാര്യങ്ങളിലുമൊക്കെ എക്സ്റേ മെഷീനിലൂടെ കടത്തിവിട്ട് അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതിനോട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന താജ് ഹോട്ടലും. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി കൊളാബ് എന്ന സ്ഥലത്താണ് ഈ പുരാതനമായ നിർമ്മിതി ഉള്ളത്. ഇപ്പോൾ നമ്മൾ അടുത്ത് കാണുന്നത് താജ് ഹോട്ടലാണ്. ഭീകരാക്രമണമൊക്കെ നടന്ന ആ താജ് ഹോട്ടലിൻ്റെ വീഡിയോകൾ നമ്മൾ TV-യിൽ പലപ്പോഴായി കണ്ടിട്ടുണ്ടാവാം. ഇന്ത്യയുടെ ചക്രവർത്തിയായി കിരീടധാരണം നടത്താൻ ജോർജ് 5-ാമൻ വന്നിറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ മുംബൈയിൽ വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള കാഴ്ചയാണ്. അതിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് മുഴുവൻ മറ്റ് വെച്ചുകെട്ടുകളും ഇരുമ്പ് കാലുകൾ കൊണ്ടുള്ള എല്ലാം ഇട്ട് എന്താ പറയണ്ട, അതിൻ്റെ ഒരു യാഥാർത്ഥ്യ രൂപം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലാണ് ഉള്ളത്. ഞാൻ പോയ സമയത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തു നിന്നുള്ള കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ഇതൊക്കെയാണ് തൊട്ടടുത്ത് നിന്ന് നമ്മൾ വീഡിയോയിൽ പകർത്തുമ്പോഴുള്ള കാഴ്ച. ഏകദേശം 26 മീറ്ററാണ് ഈ വലിയ നിർമ്മിതിയുടെ പൊക്കം. അതുപോലെ തന്നെ 15 മീറ്ററോളം വീതിയുള്ള ഒരു കമാനമാണിത്. വളരെ ഭംഗിയോടുകൂടി സൂക്ഷിക്കുന്നു. ആർക്കിയോളജിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയാണ് ഇത് സംരക്ഷിച്ചു വരുന്നത്. നോക്കൂ, ഇത് കണ്ടില്ലേ, മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഇരുമ്പ് തണ്ടുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരത്തേക്കൊന്ന് നമുക്ക് കണ്ണോടിക്കാം. ഒരു കടൽ തീരത്തിൻ്റെ മുനമ്പിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കടൽ തീരത്ത് ധാരാളം ബോട്ട് സർവീസുകൾ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് യാത്രാ ആവശ്യത്തിനുള്ള ബോട്ടുകളും
അതുപോലെ വിനോദസഞ്ചാരികൾക്കുള്ള ബോട്ട് സർവീസും ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സമീപത്തു നിന്ന് കിട്ടും. പാകിസ്ഥാൻ ഭീകരനായ അജ്മൽ കഫ്സവും കൂട്ടരും ഈ കടൽ തീരത്ത് വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് 2008 മുംബൈ ഭീകരാക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതീവ സുരക്ഷയിലാണ് കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്നും എലിഫൻ്റ കേവ്, പ്രസിദ്ധമായ മുംബൈയിലെ എലിഫൻ്റ കേവിലേക്ക് ബോട്ട് സർവീസ് രാവിലെ 9 മണി മുതലുണ്ട്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എലിഫൻ്റ കേവിലേക്കുള്ള ബോട്ട് സർവീസിൽ നമുക്ക് പങ്കെടുക്കാം. മനോഹരമായ കാഴ്ച, മനോഹരമായ ഈ താജ് ഹോട്ടലിൻ്റെയും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും മനോഹരമായ കാഴ്ചകൾ എത്ര തന്നെ നോക്കി നിന്നാലും നമുക്ക് മതിവരില്ല. ഇവിടെ വന്നാൽ ഒരു 2 മണിക്കൂറെങ്കിലും ചിലവഴിക്കാൻ കണക്കായിട്ട് നിങ്ങൾ വരണം എന്നാണ് ഇനി ഇവിടെ വരുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് വരണം. 1913 തറക്കല്ലിട്ട് 1924 ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പൂർത്തീകരിച്ചത്. ജോർജ് വിറ്ററ്റ് എന്ന ആർക്കിടെക്റ്റാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റും ഇവിടെ മുംബൈയിലുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും തമ്മിൽ ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. ഡൽഹിയിലുള്ളതാണ് ഇന്ത്യ ഗേറ്റ്, ബോംബെയിലുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അത് ഇനി മാറിപ്പോകരുത്. താജ് ഹോട്ടൽ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്നതിനൊക്കെ മുന്നേ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ഹോട്ടലാണ്. 1903 തന്നെ താജ് ഹോട്ടൽ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ്. 2008 ഭീകരാക്രമണം ആരും തന്നെ മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. 2008 നവംബറിൽ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കടൽ തീരത്തിന് അടുത്തൂടെയാണ് ഭീകരർ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സെൽഫി. ഇത് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ചുറ്റിനും നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. ചുറ്റിനും നടന്ന് കാഴ്ചകളൊക്കെ കാണാം. ഞാൻ വന്ന സമയത്ത് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തികളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാം അടച്ചിട്ടേക്കുകയാണ്. അതുകൊണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അകത്തൊന്നും കയറി കാണുവാൻ സാധിച്ചില്ല എന്നൊരു പ്രശ്നം ഉണ്ട്. മനോഹരമായ കാഴ്ചകളാണ്. തീർച്ചയായും മുംബൈ സന്ദർശിക്കുമ്പോൾ ഇവിടെ സന്ദർശിക്കാൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഞാൻ പോകാൻ ആയി ശ്രമിക്കുമ്പോഴും ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമ്മളെ വീണ്ടും വീണ്ടും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. തീർച്ചയായും അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പിന്നെ താജ് ഹോട്ടലും ഒക്കെ സന്ദർശിച്ചിട്ട് മടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.